ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ദീപ, ലീവ്സ് ജഡ്ജ് ഗാർഡനിൽ നിന്നാണ്. നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഊട്ടി ഗവൺമെൻറ് ആർട്സ് കോളേജ് ഗ്രൗണ്ടിലാണ്. എന്താ വിശേഷം എന്ന് പറഞ്ഞു വെച്ചാൽ, ഇവിടെ 10/5/2024 മുതൽ 12/5/2024 വരെ, അതായത് വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായിട്ട് ദ സൗത്ത് ഇന്ത്യ കെനൽ ക്ലബ്, രാജ്യത്തിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന കെനൽ ക്ലബ്ബാണിത്. ഇവരുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ നടത്തുന്ന ഒരു ഡോഗ് ഷോയ്ക്ക് വേണ്ടി വന്നതാണ്. ഇതിൽ ഏകദേശം 56 വ്യത്യസ്ത ഇനങ്ങളിൽ നിന്നുള്ള 400ഓളം ഡോഗ്സ് ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു കേട്ടോ. സിംഗപ്പൂരിൽ നിന്നുള്ള പാട്രിക് വോങ് ആയിരുന്നു ജഡ്ജ്. ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത് ഇവിടെ പെറ്റ്സിൻ്റെ ജഡ്ജ്മെൻറ്റ്, ഒബീഡിയൻസ്, അഗിലിറ്റി, കൺഫോർമേഷൻ, ഈ 3 കാര്യങ്ങൾ വെച്ചിട്ടാണ് ഡോഗ് ഷോയിൽ പെറ്റ്സിനെ വിധി നിർണ്ണയിക്കുന്നത്. ഒബീഡിയൻസ് എന്ന് പറയുന്നത് അനുസരണം, അതിന് വേണ്ടി പ്രത്യേക റൗണ്ടുകൾ തന്നെ ഉണ്ട്. അതുകൂടാതെ എഗിലിറ്റി, ചടുലത, ആ ഒരു പവർ ഓഫ് മൂവിങ് ക്വിക്ക്ലി ആൻഡ് ഈസിലി എന്ന് പറയുന്നത്, പെട്ടെന്ന് റെസ്പോൺസ് ചെയ്യുന്നതിന്. പിന്നെ വന്നിട്ട് കൺഫോർമേഷൻ, അതായത് ഷേപ്പ്, സ്ട്രക്ചർ, ഇതിൻ്റെയൊക്കെ ഇങ്ങനെ 3 കാര്യങ്ങളിലാണ് അവർക്ക് മാർക്ക് ഇടുന്നത്. ഇൻ്റർനാഷണൽ ജഡ്ജസാണ് ഇവിടെ ഇതിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ ഈ ഡോഗ് ഷോ കൂടാതെ ഡോഗ് ഗ്രൂമിങ് ഡെമോൺസ്ട്രേഷനും ബ്രീഡ് സ്പെസിഫിക് സെമിനാർസും പെറ്റ് അഡോപ്ഷനും ഒക്കെ നടത്തി വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ പലതരം ബ്രീഡ്സ്, ഒരുപാട് തരം ബ്രീഡ്സുകൾ, ഫോറിൻ ബ്രീഡ്സും ഇന്ത്യൻ ബ്രീഡ്സും ഒക്കെ ഇവിടെ ഇങ്ങനെ ഡോഗ് ഷോയിൽ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് തരത്തിലുള്ള വിവിധ ഇനങ്ങളിൽ പെട്ട ഡോഗ്സിൻ്റെ ഒരു നല്ലൊരു പരിപാടിയായിരുന്നു ഇത്. അപ്പോൾ ഡോഗ് ലവേഴ്സിൻ്റെ ഒരു പർദീസയാണ് ഈ ഊട്ടി ഡോഗ് ഷോ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ പെറ്റ് ലവേഴ്സും പറ്റിയ ഒരു പ്രാവശ്യമെങ്കിലും വന്ന് കാണേണ്ടതാണ് കേട്ടോ. എത്ര ചെറുതത്. അവിടെ നോക്കുന്നു. ആ കടിക്കാൻ പറ്റും. അവിടെ നോക്കുമ്പോ ആ ഡോഗിന് ഞങ്ങളുടെ കയ്യിലുള്ളത് Graded intermediate dog exhibit 141 marked absent. I repeat, graded exhibit number 141 marked absent. 193. 194. Excuse me. 195. 194. Exhibit number 194. എനിക്ക് ഭയങ്കര ഇഷ്ടമായി.